CBIയുടെ DGയെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു എതിർപ്പറിയിച്ചുകൊണ്ട് നോട്ട് കൊടുത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞത്. രാഹുൽ ഗാന്ധിക്ക് ശരിക്കും എന്താണ് CBI മേധാവിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഇത്ര പ്രശ്നം? അല്ല, അദ്ദേഹത്തിന് എന്തിനോടും വെറുപ്പാണല്ലോ, എന്തിനോട് എതിർപ്പാണ് അദ്ദേഹത്തിന്. ഇപ്പോൾ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു നോവലുണ്ട്, ആനവാരിയും പൊൻകുരിശും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനകത്തൊരു കഥാപാത്രമുണ്ട്, എന്താ, എട്ടുകാലി മമ്മൂഞ്ഞ. അല്ല, എട്ടുകാലി മമ്മൂഞ്ഞല്ല, ഒരു ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ചാത്തങ്കേരി മനക്കിൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ അദ്ദേഹത്തിന് വൈക്കം മുഹമ്മദ് ബഷീർ വിശേഷിപ്പിക്കുന്ന ഒരു പേര് സ്ഥലത്തെ പ്രധാന എതിരൻ എന്നാണ്. ആരെന്ത് പറഞ്ഞാലും മൂപ്പര് എതിര് പറയും. അപ്പോൾ അത് പലരും പറയേണ്ടത് EMS നമ്പൂതിരിപ്പാടിനെയാണ് കാരിക്കേച്ചർ ചെയ്തിരിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ചാത്തങ്കേരി മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ആരെന്ത് നല്ല കാര്യം പറഞ്ഞാലും ഉടനെ അതിനെ എതിർപ്പ്, അത് കൊള്ളില്ലാന്ന് പറയും. അപ്പോൾ അതുപോലെ ഇദ്ദേഹത്തിന് നരേന്ദ്രമോദിയോടും ഈ BJP ഗവൺമെൻറ്റിനോടും ഒരു വെറുപ്പുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്താലും ഇപ്പോൾ അതിന് കുറ്റമുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ജനങ്ങളോട് പറഞ്ഞു, നോക്കൂ, നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായേക്കും അടുത്ത് തന്നെ. പശ്ചിമേഷ്യയിലെ യുദ്ധം ഇവിടെ ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ നമ്മുടെ കുറേ അധികം നമുക്ക് അച്ചടക്കം പാലിക്കേണ്ടി വരും, സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടി വരും. അത് പറഞ്ഞിട്ടാണ് അദ്ദേഹം പെട്രോളും ഡീസലിൻ്റെയൊക്കെ കാര്യം പറഞ്ഞതും. ഈ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നത് കുറയ്ക്കണം, അത്യാവശ്യമാണെങ്കിൽ മാത്രമേ പോകാവൂ, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. അതിനെ ഇയാൾ പറഞ്ഞു, അതൊന്നും ശരിയല്ല, ഇയാൾക്ക് വട്ട. എന്നിട്ട് ഇയാൾ പിന്നെ എന്തിനാ വിദേശത്തേക്ക് പോകണമെന്നുണ്ട്. അപ്പം അദ്ദേഹം മറന്നു, ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, പലയിടത്തും പോകേണ്ടി വരും, പലരെയും കാണേണ്ടി വരും. അങ്ങനെയൊക്കെ പോയി കണ്ടതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇതുപോലെ പിടിച്ചു നിൽക്കാൻ സാധിക്കണം. എല്ലാ ലോക രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യയെ ആദരിക്കണേ. ഇയാൾ പറഞ്ഞ പോലെ ഇന്ത്യക്കാരെ പോയി എല്ലായിടത്തും പോയിട്ട് ഇന്ത്യക്കാർ തെണ്ടികളാണ്, പട്ടികളാണെന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മുഴുവനും. നരേന്ദ്രമോദിയും ഇന്ത്യക്കാരും കള്ളന്മാരാണ്, എന്നെ വാ തുറന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കണില്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം ഇയാളുടെ ഈ എതിർപ്പ്, എന്ത് വിഷയത്തിനുള്ള ഇയാളുടെ എതിർപ്പിന് ഇപ്പം അതിൻ്റെ വാല്യൂ നഷ്ടപ്പെട്ടു. പക്ഷേ ഇന്നലെ ഇപ്പോൾ ഈ CBIയുടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ ഏജൻസിയാണ് CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അതിൻ്റെ പുതിയ ഡയറക്ടറെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു സമിതിയെ ഉണ്ട്. സ്ഥിരം ഒരു സമിതി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, പിന്നെ പാർലമെൻറ്റിൻ്റെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ, ലോക്സഭയിലെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ, ഇവർ 3 പേരും അടങ്ങുന്ന ഒരു സമിതിയാണ് ഈ CBI ഡയറക്ടറെ തീരുമാനിക്കുന്നത്. അപ്പം അത് യുനാനിമസ് ആയിട്ട് വേണമെന്നൊന്നുമില്ല. 2 പേര് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, CBI ഡയറക്ടറായി. ഇപ്പോൾ ഇത്തവണത്തെ പ്രത്യേകത, നമ്മുടെ കേരള കേഡറിലുള്ള യോഗേഷ് ഗുപ്ത വളരെ പേരെടുത്ത IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കൂടി അദ്ദേഹത്തിൻ്റെ പേര് കൂടി CBI ഡയറക്ടർ പദവിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. വേറെ 2-3 IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ ഇന്നലെ അതിൻ്റെ ചർച്ച നടന്നു, പ്രാഥമിക ചർച്ച നടന്നു. അപ്പോൾ അതിലാണ് ഈ നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവ്, ആദരണീയനായ പ്രതിപക്ഷ നേതാവ് പൊട്ടൻ ഒരു കടലാസ് റിപ്പോർട്ട് കൊടുത്ത് അയാൾക്ക് വേണ്ടപ്പെട്ട കടലാസൊന്നും കൊടുത്തിട്ടില്ല, എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ട്, ഈ മീറ്റിംഗ് നടത്തണതിൽ ഇത് ശരിയല്ല, സുതാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന പിന്നെ എല്ലാ പോസ്റ്റുകളിലേക്കുമുള്ള നിയമനം സുതാര്യമായിട്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ആർക്കും അതിനെക്കുറിച്ച് ഒബ്ജക്റ്റ് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പം ഇപ്പോഴത്തെ പ്രശ്നം, ഇത് ഒബ്ജക്റ്റ് ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അയാൾ എത്ര ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നറിയാമോ? ഇപ്പോൾ ഈ ഉദാഹരണത്തിന് നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞ ഒരു ദിനപത്രമായിട്ട് ബന്ധപ്പെട്ട കേസുകളുണ്ട്. അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡ്, അത് അനധികൃതമായി കയ്യേറി സ്വന്തമാക്കി എല്ലാ കമ്പനി നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കെട്ടിടമ്മയും പിന്നെ രാഹുൽ ഗാന്ധിയും കൂടി ആ കമ്പനി അവരുടെ സ്വന്തമാക്കിയത്. അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ജാമ്യത്തിലാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇയാൾ. അയാൾ CBI ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമാദമായ കേസുകൾ അന്വേഷിക്കുന്ന
ഏജൻസിയുടെ ഹെഡിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഇയാൾ അംഗമായിട്ട് വന്നത് തന്നെ ഏറ്റവും വലിയ വിരോധാഭാസമാണ്. അത് കൂടാണ്ട് അയാളുടെ പേരിൽ വേറൊരു കേസുണ്ട്, അതും കോടതിയുടെ പരിഗണനയിലിരിക്കുക. എന്താണ് അയാളുടെ 2 രാജ്യങ്ങൾ, അയാൾക്ക് ബ്രിട്ടനിൽ ബ്രിട്ടീഷ് പൗരത്വമുണ്ട്. അയാൾ കള്ളത്തരം കാണിച്ചിട്ടാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കുന്നത്. അയാൾക്ക് വേറെ രാജ്യങ്ങളിൽ പൗരത്വമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ജയിച്ചിരിക്കുന്നത്. അതേസമയം അയാൾ തന്നെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ബ്രിട്ടനിൽ അയാൾക്ക് പൗരത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആ പൗരത്വം ഇല്ല എന്ന് പറഞ്ഞ് റദ്ദാക്കിയതായിട്ടോ രേഖകളൊന്നുമില്ല. അപ്പം ഈ 2 പ്രമാദമായ കേസുകളിൽ നല്ല എന്താ പറയുക പ്രതിയാണ് ഇയാൾ. അപ്പം ഇയാൾക്ക് CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കാനുള്ള സമിതിയിൽ ഇയാൾ വരുന്നത് തന്നെ തെറ്റാണ്. അയാൾ വേറെ ആരെങ്കിലും നിയോഗിക്കാമായിരുന്നു. അയാൾക്ക് ഒരു എന്താ പറയണ കള്ളന്മാരുടെ നേതാവിനെ വിളിച്ചിട്ട് പോലീസ് ഇൻസ്പെക്ടറെ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അംഗമാക്കാൻ പറ്റുമോ? അതല്ലേ നടക്കുന്നത് മുഴുവൻ ഇവിടെ. പ്രധാനമന്ത്രി ശരിക്കും അവർ എന്തുകൊണ്ടാണ് ഇയാളെ ആ സമിതിയിൽ നിന്ന് പുറത്താക്കാത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ വെറുതെ വിവാദം ഉണ്ടാക്കണ്ട ഇരിക്കട്ടെ, ഇനി കോൺഗ്രസ്സുകാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളെ വെച്ചായിരിക്കാം എന്നുള്ള രീതിയിലായിരിക്കും. അയാൾ സ്വയം മാറി നിൽക്കണമായിരുന്നു. എൻ്റെ പേരിൽ 2 കേസുണ്ട്, ക്രിമിനൽ കേസുകളാണ്, അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ നോക്കാമായിരുന്നു. ഇപ്പം ഞാൻ ആരെങ്കിലും ഡെപ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ BJP ഗവൺമെൻറ് സമ്മതിച്ചേനെ. അത് അവർക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റും ഇയാളെ വേണ്ടാതെ. അപ്പോൾ വേണേൽ ഇയാൾ പുറത്തുപോയി പറയും, ദേ കണ്ടോ എന്നെ ഒരിടത്തും തൊടിയിപ്പിക്കാനുള്ള, എന്നെ സമിതിയിൽ മെമ്പറാക്കിയില്ല, CBI ഡയറക്ടറെ സെലക്ട് ചെയ്യുന്ന സമിതിയിൽ മെമ്പറാക്കിയില്ല എന്ന് ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ലണ്ടനിലും ന്യൂയോർക്കിലൊക്കെ പോയി പ്രസംഗിച്ചുകൊണ്ട് കൊടുക്കുക. അവിടെ പോയി ഏത് പൊട്ടനെ എന്ത് വിളിച്ചു പറയാമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടെടുത്ത് ഇന്ത്യയുടെ പേര് കളയിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇട്ടത്. അപ്പോൾ അയാളുടെ ഒബ്ജക്ഷന്, അയാളുടെ എതിർപ്പിന് യാതൊരു വാല്യൂ ഇല്ല അതിനകത്ത്. ഇപ്പം നാളെയോ മറ്റന്നാളോ എപ്പോഴാണ് സമിതി യോഗം ചേരണമെന്ന് വെച്ചാൽ അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട്, പ്രധാനമന്ത്രി ഉണ്ട്, അവർ രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുത്താൽ അതാ തീരുമാനം. പിന്നെ ഇയാൾ ചേരുവോ ചേരാതിരിക്കോ എതിർക്കാതിരിക്കോ അതാ അയാളുടെ ഇഷ്ടം. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന അധികാരം ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അതിൽ ഏറ്റവും സംശയം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് വിവരങ്ങളൊന്നും തന്നില്ല. ഈ കാൻഡിഡേറ്റ്സ് ആയിട്ട് പരിഗണിച്ചിരിക്കുന്ന ആൾക്കാരുടെ വിവരങ്ങൾ, അവരുടെ ഡീറ്റെയിൽസ്, ഇത്തരം സുരക്ഷിതമായിട്ടുള്ള ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു കീ ആയിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ തലവനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുടെ വളരെ സീക്രസി ഉള്ള വിവരങ്ങൾ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ആവർത്തിച്ച് സർക്കാരിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയൻ, അതെ, ഒരു കാര്യമുണ്ട്. ഈ കമ്മിറ്റി കൂടുന്നതിന് മുമ്പ് ഒരു അജണ്ട ഉണ്ടാവുമല്ലോ. ഈ അജണ്ട സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ബ്യൂറോക്രാറ്റിക് നിയമം അനുസരിച്ചിട്ട് ആ അജണ്ടയിൽ എന്താണ് CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കുക, ആരൊക്കെയാണ് കണ്ടൻറ്റേഴ്സ്, ഇവർ 3-4 പേരാണ്, എന്തൊക്കെയാണ് ഇവരുടെ യോഗ്യത, ഇവരുടെ കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതെല്ലാം ആ കടലാസിനകത്ത് ഉണ്ടാവും. ഇയാൾക്ക് ആ കടലാസ് കൊടുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അല്ലെ ഇദ്ദേഹം ചോദിക്കുന്നത് വ്യക്തിപരമായ ഈ പറയുന്ന കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. ഡീറ്റെയിൽസ് അല്ലേ ഇതിനകത്തുള്ളത്. അതായത് യോഗ്യത, IPS സർവീസിൽ അവരുടെ അച്ചീവ്മെന്റ്സ്, അവരെന്ന് ഏതൊക്കെ ബാച്ച് IPS-ലാണ്, ഏത് ബാച്ചിൽ IPS. എനിക്ക് അതിനകത്തൊരു സംശയം തോന്നുന്നു, രാജ്യത്തിന്റെ സീക്രസി ആവശ്യപ്പെടുന്നത് പോലെ അതിനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അവർക്ക് ഗവൺമെന്റിന് ഷെയർ ചെയ്യാവുന്ന ചില ഡീറ്റെയിൽസ് ഉണ്ട് അല്ലേ? ആ ഡീറ്റെയിൽസ് അവർ ഷെയർ ചെയ്യും. പിന്നെ അവരുടെ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അതൊന്നും ഗവൺമെന്റിന് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവരെക്കുറിച്ച് എന്തെങ്കിലും ഇവരെക്കുറിച്ച് ഇവർക്ക് പ്രതികൂലമായിട്ട് എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ ഷെയർ ചെയ്യും. ഇദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ആ ആരോപണം തെളിഞ്ഞു, ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞു, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ ഈ സമിതിയിൽ പെടുത്തിയിരിക്കണമെന്നൊക്കെ ഗവൺമെൻറ് എഴുതി കൊടുത്തിട്ടുണ്ടാവും. ഇത് ചുമ്മാ എന്താ അയാൾക്ക് എന്തെങ്കിലും പറഞ്ഞ് ബഹളം ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രിയൻ, 2014 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ് പിന്നെ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്ന പിന്നെ ഇയാൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ആരോപണങ്ങളായിട്ട് മുമ്പോട്ട് വരാറുണ്ട്. ലോക്സഭയിൽ ബഹളം ഉണ്ടാക്കും, എന്നിട്ട് പുറത്തിറങ്ങി പത്രക്കാരോട് സംസാരിക്കും. ഇതെന്തെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഞാൻ ആറ്റം ബോംബിടും, ഹൈഡ്രജൻ ബോംബിടും എന്നൊക്കെ പറഞ്ഞല്ലേ പത്രസമ്മേളനം നടത്തി. എന്തായി? നാടൻ ബോംബ് പോലും ആയില്ല. അതൊന്നും ബലൂൺ പോലും ആയെന്ന് വിശ്വസിക്കാൻ പറ്റുള്ള ചീറ്റിപ്പോയ പടക്കം എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് അതിനെ. എതിർപ്പ് നല്ലതാണ്. പ്രതിപക്ഷ നേതാവിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് നല്ലതാണ്. ഒരു ചാത്തങ്കേരി മനക്കിൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ആവണമായുള്ളത്. പക്ഷെ അതിനൊരു വാല്യൂ വേണം, ഒരു സാധുത വേണം, വാലിഡിറ്റി വേണം, ലീഗാലിറ്റി വേണം. എതിർക്കുമ്പോൾ ഇപ്പോൾ അതിന് എന്താ തെളിയിക്കാൻ സാധ്യതയുള്ള
കാര്യങ്ങളാണെങ്കിൽ അയാൾ കൊണ്ടുവരാം. ഇത് യാതൊരു വെളിവില്ലാതെ എന്ത് പറഞ്ഞാൽ തെറ്റാ ഞാൻ ചോദിക്കല്ലേ, ഞാൻ ശരിയല്ല, ഗവൺമെൻറ് തെറ്റാണ്, ഗവൺമെൻറ്റിന് പേടിയാണ് എൻ്റെ മൈക്ക് ഓഫ് ചെയ്യണം ഞാൻ എവിടെ പ്രസംഗിക്കാൻ പോയാലും, അങ്ങനെയൊക്കെ പറയണതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് ഒരു ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചിട്ട് അവർ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല, പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. അത് കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അത് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, സർക്കാർ വകുപ്പിൻ്റെ മേധാവി ആവണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഡീറ്റെയിൽസ് മുഴുവൻ പരിശോധിക്കും. ഉദാഹരണത്തിന് പണ്ട് വിജിലൻസ് ഡയറക്ടറായിട്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വിജിലൻസ് ഡയറക്ടറായിട്ട് തോമസ് എന്ന് പറഞ്ഞ ആളെയാണ് പരിഗണിച്ചിരുന്നത് അപ്പോയിൻ്റ് ചെയ്യാനായിട്ട്. കോൺഗ്രസ് ഭരണകൂടത്തിൻ്റെ സമയത്താണ്. ആ മനുഷ്യന് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. കാരണം പാം ഓയിൽ കേസിൽ അങ്ങേരുടെ പേരിൽ എന്തോ ഒരു അഡ്വേഴ്സ് റിമാർക്ക്, ഒരു പ്രതികൂലമായിട്ട് അദ്ദേഹത്തിന് അനുകൂലമല്ലാത്ത ഒരു റിപ്പോർട്ട് വന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വിജിലൻസ് ഡയറക്ടർ ആവാൻ പറ്റില്ല. അതല്ലെങ്കിൽ CBI ഡയറക്ടറെ പോലെ തന്നെ വളരെ ഭരണഘടനാപരമായി വളരെ അധികാരമുള്ള ഒരു പൊസിഷനാണ് വിജിലൻസ് ഡയറക്ടർ. അല്ലെങ്കിൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളിയായിട്ട് മാറിയതിനെ തോമസ്. അദ്ദേഹത്തിന് ആ പദവി കിട്ടിയില്ല അദ്ദേഹത്തിന്. അപ്പം അതും വേണമെങ്കിൽ മറ്റേ ഒളിച്ചു വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പ്രതിപക്ഷമൊന്നും പറഞ്ഞില്ലല്ലോ. ഈ പ്രശ്നം ഉള്ളത് കാരണം ഞങ്ങൾ ഇതിനെ ഇദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് തോമസിന് ആ സ്ഥാനം കിട്ടാതെ പോയത്. അപ്പോൾ അതുപോലെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ ഫർണിഷ് ചെയ്തിട്ടുണ്ടാവും. ഇയാൾ ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ ചവന്ന് അല്ലെങ്കിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കും. ആൾക്കാർ ഇപ്പോൾ അതിനൊരു വിലയും കൊടുക്കണില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് എവിടെയെങ്കിലും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഇയാളുടെ പ്രതികരണത്തിന്, ഇയാളുടെ എതിർപ്പിന്, ഇയാളുടെ വിമർശനങ്ങളിൽ അല്ലെങ്കിൽ ഇയാളുടെ ആരോപണങ്ങൾക്കെതിരായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാരണം അവർ ശ്രദ്ധിക്കാറില്ല, ഏക വട്ടാന്ന് അവർക്കറിയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.